കൊലയാളിക്ക് സ്വീകരണങ്ങൾ നൽകുകയും ആദരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക ക്രമങ്ങളെ അത് ചെയ്യുന്ന മനസ്സും അത് ചെയ്യുമ്പോൾ നിഷ്പക്ഷമായി അതിനെ നോക്കിക്കാണുന്ന നിശബ്ദമായൊരു മനസ്സും അത് ചെയ്യുന്നവനിൽ തന്നെ രൂപാന്തരപ്പെട്ടിട്ട് അത്തരം രംഗങ്ങളിൽ വിഷാദമഗ്നരായി തീർന്നവരുടെ നിശബ്ദതയിൽ നിന്ന് സാക്ഷിപൂർവകമായൊരു നിശബ്ദത ഈ മനസ്സുകളെ ആനയിച്ച് പരമ്പരകളുടെ ജീവിതത്തെ ദുഃഖപൂർണമാക്കുന്ന ഒരു ഇതിഹാസത്തിൻ്റെ സാധ്യത കുറഞ്ഞപക്ഷം പഠിക്കുകയെങ്കിലും ചെയ്യണ്ടേ. പൂർവ കോശങ്ങൾ അത് മരിച്ചു പോകുമ്പോൾ അത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ വരാനിരിക്കുന്ന കോശങ്ങൾക്ക് കൈമാറുന്ന കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ് ഈ വ്യാധികളെല്ലാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. കോശവ്യാപാരത്തെ വെച്ച് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നിഗമനിക രീതിയിൽ തത്വചിന്താപരമായി നാം കണ്ടു. ഉന്നത ശിഷ്യരായ മതനേതാക്കന്മാരുടെ ഔന്നത്യം വിരാജിച്ച രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രതിഭകളുടെ സന്തതി പരമ്പരകൾക്ക് പാരമ്പര്യജനിതകത്തിൻ്റെ ഒത്താശയിൽ വളർച്ചയും വികാസവും ലഭിക്കുന്നതിന് പകരം തളർച്ചയും ആലസ്യവും രോഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മുമ്പ് പറഞ്ഞ് തളർത്തിയിടുന്ന ആ നിശബ്ദത അയാളുടെ ശരീരത്തെ അതിക്രമിച്ച് സാർവലൗകികമായൊരു ഏക മനസ്സിൻ്റെ അന്തരാളത്തിൽ ചെന്ന് വീണ് അതിന് കാരണങ്ങളായി വിദൂരമായി പോലും നിൽക്കുന്ന മനസ്സുകളെ വികലമാക്കി തീർത്ത് നിശബ്ദതയിൽ നിന്നൊരു പ്രതികാരം വരുന്നുണ്ട് എന്ന് കാതോർത്ത് കേൾക്കേണ്ടതാണ്. സ്വാമിജി, കഴിഞ്ഞ ദിവസം എന്നെ വല്ലാതെ എന്താ പറയുക, ഒരു നിസ്സംഗതയിലേക്കോ നിർവികാരതയിലേക്കോ അല്ലെങ്കിൽ ഭയങ്കര ഉൾഭയത്തിലേക്കോ ഒക്കെ നിർത്തിയ ഒരിടം ഞാൻ ഓർക്കുന്നു. ഒരു രോഗിയുടെ ഒരു വേദനയുടെ നിശബ്ദത അതിന് കാരണമായ ശക്തികളിലേക്ക് വ്യാപിച്ച് അവരുടെ കോശാന്തരങ്ങളെ സ്വാധീനിച്ച് അവരുടെ പരമ്പരകളെ തന്നെ അത് ബാധിക്കുമോ എന്നൊരു ചോദ്യം വല്ലാത്ത നടുക്കമുണ്ടാക്കുന്ന ഒരു ചോദ്യം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും അതുവഴി പോകുന്നതിന് മുമ്പ് ചില കണക്കുകൾ നമുക്ക് പൂരിപ്പിക്കേണ്ടോ? പറയൂ സ്വാമിജി. ശ്രദ്ധാപൂർവം പറയൂ സ്വാമിജി. മനുഷ്യൻ്റെ വേദനയുടെ തലം ഋണാത്മകവും ധനാത്മകവുമാണ്. ധനാത്മകമായ ഒരു പുഞ്ചിരി മറ്റൊരാളിൽ ഉണ്ടാകും എന്ന് അയാൾക്ക് പ്രയോജനം വരുന്ന ഒരു കർമ്മത്തിൽ നിന്ന് നിങ്ങൾ ഭാവന ചെയ്യാറുണ്ടോ? തീർച്ചയായും. ആ ഭാവനയും അയാളുടെ പുഞ്ചിരിയും നിങ്ങൾക്ക് ഉത്തേജനവും വളർച്ചയും 100,000 കർമ്മങ്ങൾക്കുള്ള ആവേശവും ആയുസ്സും ആരോഗ്യവും തരുമോ? തീർച്ചയായും. അത് തരുന്നത് കൊണ്ടാണ് എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത്. ഒന്നും ചെയ്തിട്ടൊന്നും ആയില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന മൊത്തം വേവലാതിയുടെ ബേസും അത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മം നിങ്ങൾ ഭാവന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശത്രുതയോ ദ്വേഷമോ നിങ്ങൾ അറിയാത്ത കാരണങ്ങളോ കൊണ്ട് മറ്റൊരാൾ വേദനിക്കുമെന്ന് മുൻകൂട്ടി അറിയില്ലേ അത്തരം കർമ്മം ചെയ്താൽ? തീർച്ചയായും. അങ്ങനെ അറിയുമെങ്കിൽ അയാൾ നിങ്ങളോട് തിരിച്ചു പ്രതികരിക്കുവാൻ നിങ്ങളൊരു ഗോതയിൽ യുദ്ധത്തിന് തയ്യാറായി ചെയ്ത കർമ്മങ്ങളെ
നിങ്ങൾക്ക് കൈതന്ന് സ്വീകരിക്കുവാൻ തയ്യാറാകാതെ അയാൾ നിശബ്ദനായി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോശദ്രവത്തെ തളർത്തുമോ? തീർച്ചയായും തളർത്തും സ്വാമിജി. തളർത്തുമെങ്കിൽ നമുക്കൊരു കണക്ക് പഠിക്കണം. പറയൂ സ്വാമിജി. നമ്മുടെ പ്രസിദ്ധരായ ന്യായാധിപന്മാർ കഴിഞ്ഞ ഒരു 100 വർഷത്തെ ക്രിമിനൽ സിവിൽ രംഗങ്ങളിലെ വക്കീലന്മാർ, ജഡ്ജിമാരാണ് ആദ്യം ന്യായാധിപന്മാർ എന്ന് പറഞ്ഞത്, ഭരണാധികാരികൾ, നമ്മുടെ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ ഇരുന്ന് നമ്മളെ ഭരിക്കുന്ന അതിൻ്റെ സാമാജികന്മാരും ക്യാബിനറ്റും ഒക്കെ അടങ്ങുന്ന ഭരണാധികാരികൾ, അവരുടെ സഹായത്തിനായി പോയ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അവരുടെ സ്തുതിപാഠകന്മാരായി വളർന്നിട്ടുള്ള മാധ്യമങ്ങൾ, അവയിലെ ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, സ്വന്തം മതത്തിനും ജാതിക്കും വേണ്ടി അന്യജീവികളുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ പെരുമാറിയിട്ടുള്ള മതനേതാക്കന്മാർ, അവരുടെ ഒത്താശയ്ക്ക് പ്രവർത്തിച്ചിട്ടുള്ളവർ, അവരുടെ സന്തതി പരമ്പരകൾ, ഇവരുടെ ഒരു സ്ഥിതിവിവരക്കണക്കെടുത്ത് ഇത്രയും ഔന്നത്യങ്ങളിലിരുന്നവരുടെ കുടുംബവും കൂട്ടായ്മയും സന്തതി പരമ്പരകളും ഈ വലിപ്പത്തിനനുസരിച്ചുള്ള മാനസികവും ശാരീരികവുമായ സുഖത്തിലും സംതൃപ്തിയിലും ആരോഗ്യത്തിലും ആയുസ്സിലും തുടർന്നുവോ എന്നന്വേഷിക്കുന്ന ഒരു സ്ഥിതിവിവരക്കണക്ക്. അങ്ങയുടെ അനുഭവത്തിലെ സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ, അവർ ആ രംഗത്ത് വിരാജിച്ചപ്പോൾ പുട്ടടിച്ച് സുഖമായി ജീവിച്ചു എന്ന് തോന്നുമാറുള്ള ജീവിതം കഴിഞ്ഞ് അവരുടെ അനന്തര തലമുറയിലേക്ക് സൗഭാഗ്യം എത്തിച്ചു കൊടുക്കാൻ പാകത്തിന് കഴിഞ്ഞു എന്ന് പറയാവുന്ന ഉദാഹരണങ്ങളെ മുൻപിൽ നിർത്തി ഒരു പഠനം നടത്തിയാൽ ഈ സൗഭാഗ്യങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല. ഇല്ല, ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ ഭ്രാന്ത്, ഉന്മാദം, അപസ്മാരം, ബുദ്ധിമാന്ദ്യം, സ്പാസം, ഹൈഡ്രോകഫാലസ്, മൈക്രോകഫാലസ്, എൻകഫാലൈറ്റിസ്, ഡിസ്റ്റോണിയ തുടങ്ങിയ രോഗങ്ങളുള്ള സന്തതി പരമ്പരകൾ ഒക്കെ അടങ്ങുന്ന ഒരു ലോകം ഏതോ ഒരു നിയമത്തിന് വിധേയമായ പോലെ നമ്മുടെ ഈ രംഗങ്ങളെ സമീപകാലത്ത് കൂടുതലായി മതിക്കുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിരപരാധികളെ ശിക്ഷിക്കുകയും അപരാധികളെ കുറ്റവിമുക്തരാക്കുകയും ചെയ്യുന്ന വക്കീലന്മാരുടെയും നിരപരാധികളെ ശിക്ഷയ്ക്ക് വിധിക്കുകയും അപരാധികളെ വിമുക്തരാക്കി അവരോടൊപ്പം ഇരുന്ന് തൻ്റെ ധിഷണയെക്കുറിച്ച് വാചാടോപം നടത്തുകയും ചെയ്യുന്ന ന്യായാസനങ്ങളെ, കൊലയാളിക്ക് സ്വീകരണങ്ങൾ നൽകുകയും ആദരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാമൂഹിക ക്രമങ്ങളെ, അത് ചെയ്യുന്ന മനസ്സും അത് ചെയ്യുമ്പോൾ നിഷ്പക്ഷമായി അതിനെ നോക്കിക്കാണുന്ന നിശബ്ദമായൊരു മനസ്സും അത് ചെയ്യുന്നവനിൽ തന്നെ രൂപാന്തരപ്പെട്ടിട്ട് അത്തരം രംഗങ്ങളിൽ വിഷാദമഗ്നരായി തീർന്നവരുടെ
നിശബ്ദതയിൽ നിന്ന് സാക്ഷിപൂർവകമായൊരു നിശബ്ദത ഈ മനസ്സുകളെ ആനയിച്ച് പരമ്പരകളുടെ ജീവിതത്തെ ദുഃഖപൂർണമാക്കുന്ന ഒരിതിഹാസത്തിൻ്റെ സാധ്യത കുറഞ്ഞപക്ഷം പഠിക്കുകയെങ്കിലും ചെയ്യണ്ടേ? തീർച്ചയായും അനുഭവം നമ്മൾ ഉണ്ടോ ഇല്ലയോ? ഉണ്ട് സ്വാമിജി. കാരണം അത്ര അനുഭവം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് പഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ ആദ്യം നമ്മുടെ വൈദ്യശാസ്ത്രവും നമ്മുടെ സാമൂഹ്യ ശാസ്ത്രവും പലതിനെയും എതിർക്കാനൊരുങ്ങുന്നതിന് മുമ്പ് രണ്ട് തരം യുക്തി ഭദ്രതയിൽ നിഗമനികങ്ങളും ആഗമനികങ്ങളുമായ യുക്തിയിൽ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് പൂർവ കോശങ്ങൾ അത് മരിച്ചു പോകുമ്പോൾ അത് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളെ വരാനിരിക്കുന്ന കോശങ്ങൾക്ക് കൈമാറുന്ന കർമ്മങ്ങളുടെ ബാക്കി പത്രമാണ് ഈ വ്യാധികളെല്ലാമെന്ന് നമ്മൾ നേരത്തെ കണ്ടു. കോശവ്യാപാരത്തെ വെച്ച് ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നിഗമനിക രീതിയിൽ തത്വചിന്താപരമായി നാം കണ്ടു. തീർച്ചയായും ഉദാഹരണങ്ങളെ അനുവർത്തിച്ച് കൺട്രോൾ എക്സ്പെരിമെന്റിൽ മറ്റു സാഹചര്യങ്ങളെ മുഴുവൻ അനുകൂലമായി നിൽക്കുമ്പോഴും ഒരഡ്മിഷന് വിഷമമില്ല. പൈസയ്ക്ക് യാതൊരു വൈഷമ്യമില്ല. പോകാൻ വാഹനത്തിന് ബുദ്ധിമുട്ടില്ല. ഈ സാഹചര്യങ്ങളെല്ലാം ലഭിച്ചിട്ടും ഉന്നതനായൊരുവൻ്റെ കുഞ്ഞ് ബുദ്ധിമാന്ദ്യമുള്ളതായി തന്നെ തുടരുന്നു. തുടങ്ങിയ ഉദാഹരണങ്ങളെ വച്ചുകൊണ്ട് ഒന്നിനും രണ്ടിനും മൂന്നിനും ഉദാഹരണങ്ങൾ ശരിയായി n നമ്പറിന് ശരിയായി n+1 ശരിയാകുന്നു എങ്കിൽ അത് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ആഗമനിക രീതി തലയെണ്ണി പഠിക്കുകയാണ്. ഈ രംഗങ്ങളിൽ ഉന്നത മാധ്യമ പ്രവർത്തകരുടെ ഉന്നത ശിഷ്യരായ മതനേതാക്കന്മാരുടെ ഔന്നത്യം വിരാജിച്ച രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രതിഭകളുടെ സന്തതി പരമ്പരകൾക്ക് പാരമ്പര്യജനിതകത്തിൻ്റെ ഒത്താശയിൽ വളർച്ചയും വികാസവും ലഭിക്കുന്നതിന് പകരം തളർച്ചയും ആലസ്യവും രോഗങ്ങളുമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ മുമ്പ് പറഞ്ഞ് തളർത്തിയിടുന്ന ആ നിശബ്ദത അയാളുടെ ശരീരത്തെ അതിക്രമിച്ച് സാർവലൗകികമായൊരു ഏക മനസ്സിൻ്റെ അന്തരാളത്തിൽ ചെന്ന് വീണ് അതിന് കാരണങ്ങളായി വിദൂരമായി പോലും നിൽക്കുന്ന മനസ്സുകളെ വികലമാക്കി തീർത്ത് നിശബ്ദതയിൽ നിന്നൊരു പ്രതികാരം വരുന്നുണ്ട് എന്ന് കാതോർത്ത് കേൾക്കേണ്ടതാണ്. ബാഹ്യമായൊരു മനസ്സിന് അന്യനൊരുവന്റെ മനസ്സിനെ സ്വാധീനിക്കുവാൻ കഴിയുമോ എന്ന് ഒരുവന്റെ നിശബ്ദതയ്ക്ക് ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിലിരുന്ന് അന്യനൊരുത്തൻ്റെ മനസ്സിനെ പരിണമിപ്പിക്കുവാൻ കഴിയുമോ എന്ന് ഒക്കെ കൂടി അന്വേഷിക്കുന്നതും ഉചിതമാണ് ഈ തരുണത്തിൽ. തീർച്ചയായും അവിടെയാണ് ഈ പഠനം ഗംഭീരമാകുന്നത്.
ആഗ്രഹത്തിലേക്ക് ഒരുവൻ പതിച്ചു കഴിയുമ്പോഴുള്ള ലോകവും ആ ആഗ്രഹത്തിന് തടസ്സമായി വരുന്നതിനെ മുഴുവൻ തട്ടി നീക്കുവാനുള്ള അവൻ്റെ സ്ഥൂലമായ കാഴ്ചപ്പാടും ഓട്ടവും, അതിനിടയിൽ നിശബ്ദം അമർന്നു പോകുന്ന ജീവജാലങ്ങളുടെ നിശബ്ദതയിൽ നിന്നുരുത്തിരിഞ്ഞു വരുന്ന ധനാത്മകങ്ങളും ഋണാത്മകങ്ങളുമായ കിരണങ്ങളും ആറ്റമിക് റിയാക്ടറുകളെ തകർക്കുവാനും ഭൂമിയെ കുലുക്കുവാനും നിങ്ങളുടെ കപ്പലും അതുപോലെ തന്നെ കാറും ബസ്സും വിമാനവുമൊക്കെ പറത്തി കടലിൽ കൊണ്ട് എറിയുവാനും ആയിരങ്ങളുടെ ജീവനെ ഹിംസിക്കുവാനും ശക്തമായിരിക്കുമോ? ആ ഒരു അബോധം തീർച്ചയായും നമ്മുടെ അനുഭവം അതാണല്ലോ സ്വാമിജി. ഒരു കളിസ്ഥലം കെട്ടിയുണ്ടാക്കുവാൻ അന്നന്നപ്പത്തിനു വേണ്ടി പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവനോട് ആ കളിക്കുവാൻ വരുന്നവൻ ആ മണ്ണിന്മേൽ എത്ര അധികാരമുണ്ടോ അത്രയും അധികാരം ആ മണ്ണിൽ പണിയെടുക്കുന്നവനുണ്ട്, അത്രയും എങ്കിലുമുണ്ട്. അതിനേക്കാൾ ഉണ്ടാവണം അവൻ ആ പണിയെടുക്കുന്നത് എന്ന് കണക്കിലെടുക്കാതെ അധികാരത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഭീതിതമായ നിലയിൽ ഉള്ള ഗുണ്ടായിസത്തിൻ്റെയും ഒക്കെ പേരിൽ കടന്നു വന്ന് അവനെ ആട്ടിയോടിച്ചു ഭീഷണിപ്പെടുത്തിയും ആ സ്ഥലം സ്വന്തമാക്കി അവിടെ കളിക്കുന്ന കുട്ടികളുടെ, അവിടെ കളിക്കുന്ന വൻകിട വ്യാവസായിക കളികളുടെ, അതിന് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വങ്ങളുടെ കുടുംബങ്ങൾ നാളെ ഏതെല്ലാം മാരക രോഗങ്ങൾക്ക്, ഏതെല്ലാം പ്രകൃതി ദുരന്തത്തിന്, ഏതെല്ലാം തരത്തിലുള്ള അന്ധക്ഷോഭങ്ങൾക്ക് വിധേയമാകേണ്ടി വരും എന്നൊരു പഠനം നമുക്ക് വേണ്ടേ? തീർച്ചയായും വേണം. അത്തരമൊരു പഠനത്തിനല്ലാതെ മനുഷ്യനെ അവന്റെ ദുരയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമോ? പ്രകൃതി സ്നേഹികളുടെ സമരങ്ങൾക്കോ ആക്ടിവിസ്റ്റുകളുടെ വായ്ക്കുരവകൾക്കോ മതങ്ങളുടെ ഭീഷണികൾക്കോ മാനവന്റെ ആഗ്രഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയുമോ? പറ്റും തോന്നുന്നില്ല സ്വാമിജി. മാനവാഗ്രഹങ്ങൾക്ക് വിരാമമിടാൻ നിശബ്ദതയിൽ ഉരുത്തിരിഞ്ഞുണ്ടായ പ്രകൃതിയുടെ അന്തക്ഷോഭങ്ങൾക്ക് ഒരു നിമിഷം കൊണ്ട് കഴിയും. ആയിരം പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോഴും മാധ്യമങ്ങൾ അവയുടെ തീഷ്ണത മറച്ചുവെക്കുകയും മാനവഹൃദയങ്ങളിലേക്ക് ആഗ്രഹത്തിന്റെ വളർച്ച വായിക്കുകയും ചെയ്യുമ്പോൾ ജപ്പാനിലെയും കാനഡയിലെയും കൃഷിക്കാർ ഗോതമ്പും നെല്ലുമൊക്കെ വിളയിച്ചും മത്സ്യങ്ങളെയും മറ്റും കൃഷി ചെയ്തും പ്രകൃതിയെ സന്തുലിതമാക്കി സമഷ്ടിയെയും വെഷ്ടിയെയും കൂട്ടിക്കൊരുത്ത് ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡങ്ങൾക്ക് സാമഞ്ജസ്യം നൽകി മധുരോദാരമായി കൊണ്ടുവന്നതിനെ മുഴുവൻ തട്ടിത്തകർത്ത് ആ കൃഷിവലന്മാരെ തല്ലി ഓടിച്ച് ആറ്റമിക് റിയാക്ടറുകളുടെയും വേഗത്തിലോടുന്ന വാഹനങ്ങളുടെയും വികാസങ്ങളിൽ സ്വപ്നം കാണിച്ച് എത്ര പേരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ അത്യാവശ്യം നടക്കാനാണ്?
എന്നൊക്കെ ആലോചിച്ച് വേണ്ടതാണെങ്കിലാണ് അത് പുരോഗതിയും വികാസവുമാകുന്നത്. ഗവേഷണത്തിനും വികാസത്തിനും വേണ്ടിയുള്ള വികാസമല്ല. വെറുതെ കുറെ പണമുണ്ടാക്കി വെച്ചിരിക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയില്ല. നിങ്ങളെ കടൽ നികത്തി അതിനകത്ത് ഫ്ലാറ്റ് പണിതാൽ 10 എണ്ണം ഞാൻ വിലയ്ക്ക് വാങ്ങിക്കാം. അത് എന്തിനു വേണ്ടിയുള്ള വികാസമാണ്? ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് സമ്പാദിച്ചതാണ്. 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തതിന് എനിക്ക് കിട്ടിയ കമ്മീഷനാണ്. അത് ഞാൻ വെളിയിൽ ബാങ്കിലിട്ടിരിക്കുകയാണ്. കോടികൾ ഡോളർ വരുന്നതാണ്. നിങ്ങൾ പസഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗം നികത്തി ഫ്ലാറ്റ് പണിയുന്നുവെങ്കിൽ നികത്താനും ഫ്ലാറ്റ് പണിയാനും എൻ്റെ വക കുറെ തരാം. വെറുതെ ഇരിക്കുന്ന പണമാണ്. പ്രകൃതിയെ മാറ്റിമറിക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിനൊക്കെ ഞാൻ കൂട്ടുനിൽക്കാം. എന്നെപ്പോലൊരാൾ ഇന്നിടത്തുണ്ട്, നിങ്ങൾ പോയി കണ്ടാൽ അയാളും തരും. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മതമണ്ഡലങ്ങളിലെ ദൗഷ്ട്യം തികഞ്ഞ ഇത്തരം ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇത്തരം സാധനങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് വികാസമാണെന്ന് അതിന് സ്തുതി പാടുന്ന പത്രങ്ങൾ കാശുമേടിച്ച് പ്രശംസിക്കുമ്പോൾ അതിൻ്റെ മുന്നണിയിൽ നിന്ന് ഒരു കാലത്ത് സമരം നടത്തുകയും പിന്നീട് അതിൻ്റെ പണം വാങ്ങിച്ച് നിശബ്ദരാവുകയും ചെയ്യുന്ന ആക്ടിവിസ്റ്റുകൾ പ്രഘോഷണം നടത്തുമ്പോൾ അവിടെ മീൻ പിടിച്ച് ആ തീരമുള്ളത് കൊണ്ട് തീരത്ത് ജീവിതം സുഖമായി തീർന്നു. ആ ജലസാന്നിധ്യത്തിൽ ജീവിച്ച ജീവജാലങ്ങൾ ഇതര ജീവജാലങ്ങൾക്ക് തങ്ങളുടെ ശരീരത്തെ പങ്കുവെച്ചു കൊടുത്ത് ജീവിച്ചും പോന്നിടത്ത് അവയെയെല്ലാം ഹിംസിച്ചും നശിപ്പിച്ചും പണത്തിൻ്റെ ഹുങ്കിലുണ്ടാക്കിയ ഒരു പുരോഗതി, അവയുടെയെല്ലാം നിശബ്ദതയിൽ ആറാടിയ ചൈതന്യധന്യമായ ഒരു ഈശ്വരീയത, ഒരു ലൈഫ് ഫോഴ്സ്, അത് ചെയ്യുന്നവൻ്റെ പോലും അന്തരംഗത്തിൽ ഒരു നിമിഷം കൊണ്ടൊന്ന് കത്തിജ്വലിക്കുമ്പോൾ പിണ്ടാണ്ട ബ്രഹ്മാണ്ടങ്ങളുടെ സംയോഗത്തിൽ വച്ച് പൊട്ടിത്തെറികളായി, കമ്പനങ്ങളായി, അന്തർധാനങ്ങളായി, വെള്ളപ്പൊക്കങ്ങളായി, ചുഴലിക്കാറ്റുകളായി ആഞ്ഞടിക്കുമ്പോൾ നാം ശാസ്ത്രലോകത്തുകൂടെ ഹരിച്ചും ഗുണിച്ചും കിഴിച്ചും കൂട്ടിയും പഠിച്ച പഠനങ്ങളെ മാനവികതയുടെ ഈ അംശങ്ങളിലേക്ക് ആനയിച്ച് സ്ഥിതിവര കണക്കുകളുടെ കൃത്യതയിലൊന്ന് പഠിച്ച് ആ നിശബ്ദത, നിരപരാധിയുടെ നിശബ്ദത, നിരപരാധത്തിൻ്റെ നിശബ്ദത, മാനവ സ്നേഹത്തിൻ്റെ നിശബ്ദത, ബ്രഹ്മാണ്ട പിണ്ടാണ്ടങ്ങളെ കൂട്ടിയൊരുക്കുന്ന സ്നേഹ ചൈതന്യത്തിൻ്റെ നിശബ്ദത ഒരു ഊർജദായക ശക്തിയായി ഉയർകൊണ്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയെ ആകെ മാറ്റിമറിക്കുന്നതും മാനവ സ്വപ്നങ്ങൾ കൂട്ടിക്കൊരുത്ത അന്ധക്ഷോഭമുണ്ടാക്കുന്ന മൂല്യത്തകർച്ചയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഇതിനെ മുഴുവൻ തൂത്തെറിയാൻ പര്യാപ്തമാകുമോ?